എൻ്റെ പേര് ജിബിൻ ജോയ് എന്നാണ്. കൊല്ലത്താണ് വീട്. ഞാൻ പ്രൊഫഷണലി ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. സിനിമയെ പറ്റി പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പ്രിയ സുഹൃത്ത് അനസ്, വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ് അനസുമായിട്ട്. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു, നീ ഇവിടെ ഉണ്ട്, നമുക്ക് ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്, നീ അത് ചെയ്യണം. വലിയ ക്യാരക്ടർ അല്ല, ചെറുതാണ്, എന്നാലും അതിനൊക്കെ അർത്ഥമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ കഥാപാത്രത്തെ പറ്റി കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം വേറെ ഒരു എന്റെ ഒരു അപ്പിയറൻസിന് പറ്റൂല്ലോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അനസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ടർ ഉൾപ്പെടെ എൻ്റെ അടുത്ത്, അമലാദ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെയ്യും, ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ, ഒരിക്കലും ഞാൻ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഒരു കഥാപാത്രമാണ് കിട്ടിയത്. പിന്നെ സ്കൂൾ കോളേജ് കാലം തൊട്ടേ ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ ചെയ്ത് കുറേയധികം ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എവിടൊക്കെയോ വെച്ച് എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലും ഒരു സ്റ്റേജിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത്. ഞാൻ അവിരാജന്റെ സ്വന്തം നദി എന്ന് പറഞ്ഞ മൂവിയിൽ നായികയായിട്ട് ചെയ്തെങ്കിലും അന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അവർ തന്നിട്ടില്ല. എനിക്ക് അതില് നായികയായിട്ട്, അതായത് ആദ്യം പോലെ അവസാനം വരെ ഉണ്ടെങ്കിലും ഇതിൽ ഏകദേശം ഒരു പകുതിയോളം കുറച്ച് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പടം. ഈ ഒരു പടം ഒന്ന് റിലീസ് ആവാൻ വേണ്ടി 2 വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. 2 വർഷം, ജനുവരി 21 എന്റെ മൂവി ഇറങ്ങി. ആ സമയത്ത് ഇത് ഷൂട്ട് നടന്നു. അപ്പം 2 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ പടം തീർത്തത്. അത്രത്തോളം ഇതിന് എഫക്ട് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആരും വെപ്രാളപ്പെട്ട് കഷ്ടമൊന്ന് ആർക്കും ഈ സെറ്റിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പേടിപ്പിച്ചോ അത് ചെയ്ത് എല്ലാവരും ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമുക്ക് ആ സെറ്റിൽ ഒരു പ്രശ്നമില്ല. ഒരു സന്തോഷം, സമാധാനമൊക്കെ ആ സെറ്റിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴാണ് വിഷമം. അത് ഈ ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ ഈ ക്യാമറമാൻ സാധാരണ ഒരു ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആരെങ്കിലും നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിന്ന് ഒരു ദേഷ്യം കാണിക്കാനോ, ക്യാമറമാൻ അല്ലെങ്കിൽ ഡയറക്ടറുടെ ഒരു ദേഷ്യം വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു നമ്മോടൊപ്പം തന്നെയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു. നമസ്കാരം, മഴവൂർ ശ്രീകുമാർ എന്ന എൻ്റെ പേര്. ഞാൻ പാലക്കാട് ഷോർട്ട് ഫിലിം മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ നായകനായ അനസ് പ്രോയെ എഴുതി സംഗീതം നൽകിയ നമ്മുടെ സെക്കൻഡ് ഹീറോയായ അനീഷ് അഭിനയിച്ച ശിശിരു എന്ന് പറയുന്നത് രേണു സുധിയായിട്ടുള്ള അത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഈ നായകന്റെ ഒരു ആശാനായിട്ടാണ്, വളരെ മേക്ക് ഓവർ ചെയ്ത് പ്രായമായ കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ്.